Hi friends, welcome back to our channel Voybella. ഇന്ന് നമ്മൾ റിബൺ വെച്ചിട്ട് നല്ല ഒരു പ്രൊഫഷണൽ ലുക്കുള്ള ഫ്ലഫി ബോ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഒരു കുഞ്ഞു ട്രിക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ റിബൺ വെച്ചിട്ട് ഫ്രോക്കിൽ വെക്കാനോ അല്ലെങ്കിൽ ഹെയർ ബാൻഡിൽ വെക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ബോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഫ്ലഫി ആയിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു ട്രിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ റിബണാണ്. നമ്മൾ ഏത് കളർ റിബൺ ആണെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് റിബൺ കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സിസേഴ്സ് വേണം. പിന്നെ വേണ്ടതൊരു ലൈറ്ററാണ് റിബണിൻ്റെ അറ്റം സീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നൂലും സൂചിയും ഇതുപോലത്തെ 2 പിന്നും വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ ബോ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു മേജറിംഗ് ടേപ്പ് എടുത്തിട്ട് റിബണിൽ ഇങ്ങനെ വെച്ച് ഒരു 9 ഇഞ്ച് നീളത്തിൽ റിബൺ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇതേ സെയിം ലെങ്ത്തിലുള്ള 4 പീസ് റിബണാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ 4 പീസ് വെച്ചിട്ടാണ് നമ്മൾ ബോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഈ റിബണിൻ്റെ ഒരു സൈഡ് നല്ല ഷൈനിങ് ആയിട്ടുള്ള സൈഡും ഒരു സൈഡ് സാധാരണ ഷൈനിങ് ഇല്ലാത്ത സൈഡുമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ 2 റിബൺ എടുത്തിട്ട് ഈ 2 റിബണിൻ്റെയും ഷൈനിങ് ആയിട്ടുള്ള ഭാഗം പുറത്തേക്ക് കാണുന്ന രീതിയിൽ 2 റിബണും കൂടെ ചേർത്ത് പിടിക്കുക. ഇങ്ങനെ ഇതുപോലെ 2 റിബണും കൂടെ ഒന്നിച്ച് ചേർത്ത് പിടിക്കുക. കണ്ടല്ലോ, ഇപ്പോൾ 2 റിബണിൻ്റെയും ഷൈനിങ് ആയിട്ടുള്ള ഭാഗം പുറത്തേക്ക് കാണുന്നുണ്ട്. ഇനി ഇതിൻ്റെ അറ്റം നമ്മൾ ഒന്നിച്ച് പിടിച്ചിട്ട് ലൈറ്റർ വെച്ച് പതുക്കെ ചൂടാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ സീൽ ചെയ്യാണ് ചെയ്യുന്നത്. 2 സൈഡും കൂടെ നമ്മളങ്ങ് ഒട്ടിച്ച് കൊടുക്കണം പ്രസ് ചെയ്തിട്ട്. ഇതുപോലെ തന്നെ മറ്റേ സൈഡും നമ്മൾ റിബൺ ഒന്നിച്ച് പിടിച്ച് ചൂടാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സൈഡും അങ്ങ് ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ 2 റിബണും കൂടെ അറ്റം നമ്മൾ ഒന്നിച്ച് പിടിച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ വെച്ച് ഒട്ടിച്ചതല്ല, ഇതുപോലെ ലൈറ്റർ വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഷൈനിങ് ആയിട്ടുള്ള ഭാഗം പുറത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും 2 സൈഡിലും. ഇനി അടുത്ത 2 റിബണും കൂടെ ഇതേപോലെ തന്നെ നമ്മൾ ഷൈനിങ് ആയിട്ടുള്ള ഭാഗം പുറത്തേക്കാക്കിയിട്ട് സീൽ ചെയ്ത് കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒട്ടിച്ചെടുത്തിട്ടുള്ള 2 ഡബിൾ ലെയർ റിബൺസ് വെച്ചിട്ട് എങ്ങനെയാണ് ബോ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമ്മൾ ഈ റിബൺ എടുത്തിട്ട് പകുതിയായിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇതുപോലെ ഹാഫായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചെരിച്ച് കൊടുക്കണം. അപ്പോൾ ചെരിച്ചിട്ട് ഒരു എ ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന പീസ് നമ്മൾ ബാക്കിലേക്ക് ഇതുപോലെ ചെരിച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഈ ചെരിച്ച് മടക്കുമ്പോൾ ഈ കൂർത്ത് നിൽക്കുന്ന ഭാഗം, പോയിൻറ്റഡ് ആയി നിൽക്കുന്ന ഭാഗം ഈ റിബണിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം അതുപോലെ തന്നെ അടുത്ത പീസും നമ്മൾ ബാക്കിലേക്ക് ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കണം. ഇപ്പോൾ ഇതൊരു വി ഷേപ്പിൽ നിൽക്കുന്ന കാണാൻ പറ്റും നമുക്ക്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം നമ്മൾ ബാക്കിലേക്ക് മടക്കി കൊടുത്ത പീസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമ്മൾ താഴേക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇതുപോലെ താഴെ കൂർത്ത് നിൽക്കുന്ന ആ ഭാഗത്ത് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനെ പിടിക്കുക. അതിനുശേഷം ആദ്യം നമ്മൾ മടക്കിയ ആ ഭാഗം കൂടെ നമ്മൾ താഴേക്ക് മടക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗം അടിയിൽ ഇങ്ങനെ ഒരു പിന്ന് വെച്ചിട്ട് കുത്തി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അടുത്ത റിബൺ പീസും ഇതുപോലെ ഹാഫായിട്ട് മടക്കി കൊടുത്തു. എന്നിട്ട് നമ്മളിത് എ ഷേപ്പിൽ ചെരിച്ച് മടക്കി കൊടുക്കുമല്ലോ, ഇപ്പോൾ ചെരിച്ച് കൊടുക്കുമല്ലോ, അത് നമ്മൾ നേരത്തെ ഏത് സൈഡിലേക്കാണോ ചെരിച്ച് കൊടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ചെരിച്ച് കൊടുത്തിട്ട് എ ഷേപ്പിലാക്കി ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കി പ്രൊസീജിയറെല്ലാം ഫ്രണ്ടിലുള്ള പീസ് ചെരിച്ച് ബാക്കിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം. അതുപോലെ തന്നെ അടുത്ത പീസും നമ്മൾ ബാക്കിലേക്ക് ചെരിച്ചിങ്ങനെ മടക്കി കൊടുത്ത് വി ഷേപ്പിലാക്കി എടുക്കണം. എന്നിട്ട് 2 അറ്റവും താഴേക്ക് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പിന്ന് വെച്ചിട്ട് കുത്തി കൊടുക്കുക.
ഇതാ ഇപ്പോൾ 2 റിബൺ പീസും നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തുന്നിയിട്ട് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം സൂചി നൂലും എടുത്തിട്ടുണ്ട്, സൂചിയിൽ നൂല് കോർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പം നേരത്തെ പിൻ ചെയ്ത് വെച്ചത് നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് കംപ്ലീറ്റ് നമ്മൾ താഴെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തല്ലോ. ഇനി ഈ നൂലിൻ്റെ അറ്റം ഇതുപോലെ പിടിച്ചിട്ട് പതുക്കെ വലിച്ച് ടൈറ്റാക്കി കൊടുത്ത് ചുരുക്കിയിട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ചുരുക്കിയിട്ട് കൊടുക്കുക. ഇനി നമ്മളിത് നൂല് ടൈറ്റാക്കി ഒന്നുകൂടെ വലിച്ച് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് 1-2 പ്രാവശ്യം തുന്നിയിട്ട് കെട്ടിയിട്ട് കൊടുത്ത് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സിസേഴ്സ് വെച്ച് നൂല് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത് ഓൾറെഡി നല്ല ഫ്ലഫി ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ച അടുത്ത പീസും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ അതും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ നൂല് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. കാരണം ഈ 2 പീസും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗ്ലൂ വെച്ചിട്ട് ചെയ്യണം എന്നുള്ളവർ ഹോട്ട് ഗ്ലൂവോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും സ്ട്രോങ് ഗ്ലൂ എടുത്തിട്ട് ഇതുപോലെ 2ഉം കൂടെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, ഒട്ടിച്ചു കൊടുക്കാം. പക്ഷെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും കൂടെ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ നല്ലത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതേ നൂല് കട്ട് ചെയ്തെടുക്കാതെ തന്നെ സൂചി വെച്ചിട്ട് 2ഉം കൂടെ തുന്നി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ശരിക്ക് തുന്നിക്കഴിഞ്ഞതിന് ശേഷം കെട്ടിട്ട് കൊടുത്ത് നൂല് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ മിഡിലിൽ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് കാണുന്നുണ്ട്. അത് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ചെറിയൊരു പീസും കൂടെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ചെറിയ ഒരു 2 ഇഞ്ച് നീളമുള്ള ചെറിയൊരു റിബൺ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 അറ്റവും ഇതുപോലെ ലൈറ്റർ വെച്ച് ചൂടാക്കിയിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷൈനിങ് അല്ലാത്ത ഭാഗം ഇതുപോലെ മുകളിലേക്ക് ആക്കി പിടിച്ചിട്ട് ഇങ്ങനെ സെൻറ്ററിലേക്ക് 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ഇതിൻ്റെ അറ്റം ചൂടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പതുക്കെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ മറ്റേ അറ്റവും നമ്മൾ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് പതുക്കെ ചൂടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഈ ഒട്ടിച്ചെടുത്ത പീസ് ഇതുപോലെ നല്ല വശം മുകളിലേക്കാക്കി വെച്ചിട്ട്
ഈ ബോയുടെ സെൻറ്ററിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂ വെച്ചിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് സിമ്പിളായിട്ട് ബാക്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ വെച്ചിട്ട് ചെയ്യുന്നതും കുഴപ്പമില്ല, നിങ്ങളുടെ ചോയ്സാണ്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബോയുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് എത്ര ഭംഗിയുണ്ട് എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നും മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്